ഗൾഫിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന രാജീവാണല്ലോ വിളിക്കുന്നത്. ഇവൻ എന്തോ വിളിക്കും ഈ സമയത്ത്. രാജീവേ, മാഫി മുഷ്കിൽ മാഫി മുഷ്കിൽ ഇവൻ എന്തിനാടാ അറബിയുടെ ഫോൺ കൊടുത്തേ? രാജീവേ, നീ എന്തിനാടാ അറബിയുടെ ഫോൺ കൊടുത്തേ? ഞാൻ അറബിയുടെ ഫോൺ കൊടുത്തല്ല, പിന്നെ എനിക്ക് തൊണ്ടയ്ക്ക് വേദനയായിട്ട് ഉപ്പുവെള്ളം കാർഗിൽ ചെയ്തു കിടക്കുന്നത്. നീ എന്തിനാണ് ഈ സമയത്ത് വിളിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുന്നേ? നീ എന്നത്തേക്കാളാ വരുന്നേ? എണ്ണ തേച്ച് വരാൻ ഞാൻ കുളിക്കാനാണോ അങ്ങോട്ട് വരുന്നത്? ഓ, മടിച്ച ഹോമിനി അടിക്കാതെ നീ എന്നത്തേക്കാ ഗൾഫിലോട്ട് തിരിച്ചു വരുന്നേ? ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ട് എന്തോ അത്യാവശ്യമാടാ നിനക്ക്? എന്റെ കെട്ടിയോളോട് അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് മാറ്റോട്ട് പറഞ്ഞാടാ. അയ്യോ, അച്ചാർ മാത്രമല്ലടാ, ആ തിണ്ണയ്ക്ക് ചുമ്മാതിരിക്കുന്ന നിന്റെ അച്ഛനെ കൂടെ കൊണ്ടുവരാ. അല്ല, അയാൾ അവിടുന്ന് പൂപ്പന് പിടിക്കും. അച്ചാർ അച്ചാറില്ലാത്ത നാട്ടിലാണെന്നാണ് നീ ജീവിക്കുന്നത്. നല്ല കിടക്കുന്ന അച്ചാർ അവിടെ കിട്ടത്തില്ലോടാ. ഇവിടുത്തെ അച്ചാറിനെക്കാളും നല്ല അച്ചാറാ എന്റെ പെണ്ണുമ്പിള്ള ഉണ്ടാക്കുന്ന അച്ചാർ. ഭയങ്കര ഗുണമുള്ള അച്ചാറാണോ? ആന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഭാര്യയുടെ കൂടെ കൊണ്ടുപോയി നീ താമസിപ്പിക്കും. നല്ല ഗുണമുള്ള അച്ചാർ എന്ന് വിട്ടു തരുവോള്. അച്ചാറ് മാത്രമേ ഉള്ളൂ ഗുണം. ആണ്ട കിടക്കുന്നത്. എന്തുവാടാ? നീ എന്നത്തേക്ക് വരുവാടാ? നീ എന്നത്തേക്ക് വരും? എടാ, ഞാനിപ്പോഴേ വരുന്നില്ല. അവിടെ എങ്ങനെയുണ്ട് ഇപ്പൊ? കാലാവസ്ഥ എങ്ങനെയുണ്ടോ ഇപ്പം? കാലാവസ്ഥ ഭയങ്കര ചൂടാടാ. ചൂടാന്നു? ആ, നമ്മുടെ റൂമിൽ താമസിച്ച പാകിസ്ഥാനി ഇല്ലേ, മറ്റേ ഇർഫാൻ. ഇർഫാൻ ഖാൻ. ഇർഫാൻ നാട്ടിൽ പോയി 2 മാസം കഴിഞ്ഞ വരുത്തുള്ളൂ പറഞ്ഞു, ചൂട് കുറഞ്ഞിട്ട്. നാട്ടിൽ പോയോ? പിന്നെ ബംഗാളി ഉപേന്ദർ പോയി, ചൂട് വരുത്തുള്ളൂ പറഞ്ഞു. പിന്നെ മാവേലിക്കലുള്ള അവരില്ലേ തോമസ് അച്ഛനും പോയി, ഇവിടെ ചൂട് കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ പറഞ്ഞു പോയി. ആണോ? നീ പോകുന്നില്ലോടാ? ചൂടും പിടിച്ച് വീട്ടിലോട്ട് പോടാ. ഇവിടുത്തെ ചൂടിനെക്കാട്ടിലും വലിയ ചൂടാ പെണ്ണുമ്പിള്ള. പോകുന്നില്ല. അതുകൊണ്ടല്ല നീ പോകാത്ത. എന്തുവാന്ന് എനിക്കറിയാം. എന്തോടാ? റൂമിൽ ആരും ഇല്ലല്ലോ. 2 മാസം നിനക്ക് തുണിയില്ലാതെ കിടന്ന് ഉറങ്ങാനല്ലേ? നീ വരുമോ? കേട്ടില്ല. എടാ, പെട്ടെന്ന് വരണേന്ന്. എടാ, പെട്ടെന്നൊന്നും വരാൻ പറ്റത്തില്ല. ഇവിടെ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജാ. ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞാട്ടെ. 2 മാസം ഗൾഫിൽ നിന്ന് ലീവിന് വന്നവനാ ഞാൻ. ഇപ്പൊ 3 മാസമായി പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു മുത്തശ്ശിയുണ്ട്, എൻ്റെ ഭാര്യയുടെ മുതുമുത്തശ്ശി. മുത്തശ്ശി വയ്യാതെ കിടക്കുക. 105 വയസ്സുണ്ട്. ഞാൻ ഇവിടുന്ന് ഗൾഫിലോട്ട് കയറിപ്പോകും. പോകുന്ന പോക്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരണമല്ലോ എന്ന് വിചാരിച്ച് എന്നെ പിടിച്ചു നിർത്തിയേക്കോ ഇവിടെ എൻ്റെ ഭാര്യ. ആ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ. ഇനി എൻ്റെ ജോലി പോകും. എന്തോ ഒരു കഷ്ടമാണെന്ന് പറഞ്ഞാട്ട് ഈ മുത്തശ്ശി എൻ്റെ ദൈവമേ ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ അവർ ജീവിതത്തിൽ. ഇനി കൂടുതൽ അവരെ ഇങ്ങനെ ഇട്ടൊന്ന് അറിയിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് സ്വർഗത്തിൽ എത്തിക്കണേ ദൈവമേ. വിജാഗിരി വെച്ച പത്രം. അയ്യോ, വിജാഗിരി വെച്ച പത്രമല്ല, അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞില്ലേ, അകത്ത് കിടന്ന് ഞരങ്ങുന്നതാണ്. അയ്യോ, തീർന്നു. ഇന്ന് 15, 15, 15, 5, 20. 20-ാം തീയതി സഞ്ചയനം, 21-ാം തീയതി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം. അമ്മൂമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല. പെണ്ണുമ്പള്ള മീൻ വെട്ടി കഴുകുമായിരുന്നു. മുമ്പോട്ട് കിടന്ന് മുടിയെടുത്ത് പുറമോട്ട് ഇട്ട് കൊടുക്കാനാ അവളല്ലേ അലമുറയിട്ട് വിളിച്ചത്. അവളെല്ലാം വിളിച്ചാക്കി നമ്മള്. എപ്പ എനിക്ക് വെച്ച ചായ? നിങ്ങളെന്താ ഈ ചായ എടുത്ത് കുടിക്കാഞ്ഞത്? കുഴമ്പ് മണക്കുന്ന ഗ്ലാസ്സിൽ എനിക്ക് ചായ വേണ്ട. ഒരു പാത്രത്തിൽ തൊടാൻ പറ്റത്തില്ല, മൊത്തം കുഴമ്പിന് മണം. അതിപ്പോ അമ്മൂമ്മ പരിചരിക്കുമല്ലയോ, അന്നേരം കുഴമ്പ് മണക്കും. എടി, എന്തിനാണ് ഈ അമ്മൂമ്മയ്ക്ക് എപ്പോഴും കുഴമ്പിട്ട് കൊടുക്കുന്നത്? പിന്നെ വയ്യാതെ നടക്കുന്ന അമ്മൂമ്മയ്ക്ക് കുഴമ്പിടാതെ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ആണ്ട് കൂടുതൽ വർത്താനം പറയാതെ ഒരു 4 മീൻ എടുത്ത് പൊരിക്കാൻ അങ്ങോട്ട് വെക്കണേ. നല്ല കിടക്കാനായിട്ട് നല്ല മൂപ്പിച്ചൊരു പൊരിച്ചൊരു ഉച്ചക്കൊരു പിടി പിടിക്കണോ എനിക്ക്? മീൻ വറക്കാന് മീൻ വറക്കത്തില്ല കേട്ടോ. മീൻ വറുത്തതിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മൂമ്മയ്ക്ക് തുമ്മല് വരും. ഒന്നാമത് ലവ് ബേർഡ്സ് ശ്വാസം വിടുന്ന പോലെ ഒരു ഇറ്റ് ശ്വാസത്തിലാണ് നിൽക്കുന്നത്. കടിച്ചു കയറി ഒരു തുമ്മ ഉള്ള ജീവനൊക്കെ പോയാൽ എന്തോ ചെയ്യും? പറ നിങ്ങൾ. തുമ്മിയാ പോകുന്ന അമ്മൂമ്മയാന്ന് അങ്ങ് ബോട്ടർന്ന് വെക്കണോ? മൂക്കാന്ന് അങ്ങ് ബോട്ടർന്ന് വെക്കണോ? നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത്. ആ കിടക്കുന്നത് എന്റെ അമ്മയുടെ 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 അമ്മയാ. തെമ്മിയമ്മയെന്നല്ല പറഞ്ഞത്, എന്റെ മുതുമുത്തശ്ശിയാ കിടക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്താ ദൈവമേ, എന്തോ ഒരു കഷ്ടമാണെന്ന് പറഞ്ഞാട്ടെ. ഗതികേടിന് ഞാൻ ഈ ലീവ് എടുത്ത് ഇങ്ങോട്ട് വന്ന. ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം. എനിക്ക് മനസ്സിലായി. എന്റെ അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു വേണം നിങ്ങൾക്ക് ഗൾഫിലോട്ട് പോകണം. അങ്ങനെ ഞാൻ നിങ്ങളെ ഗൾഫിലോട്ട് നമുക്കറിയാലോ ഗൾഫിൽ വിടുവല്ലോ എന്നുള്ള കാര്യം നമുക്കറിയാലോ. ഞാൻ ഗൾഫിൽ വിടത്തില്ലെന്ന്. പിന്നെ നീ എന്റെ പടയല്ലോ നോക്കണി. എന്തുവാ? പിന്നെ നീ സത്യം പറഞ്ഞ നീ ഇവിടെ കാലിന് കൈക്കൂലി കൊടുത്ത് വെച്ചേക്കോല്ലോടി ഇവരെ മേലോട്ട് വിളിക്കാതിരിക്കാനെ കൊണ്ട്. നിനക്ക് ഇവിടെ എന്നെ പിടിച്ചു നിർത്തണം, എന്നിട്ട് നിന്റെ ചേടി വേല ചെയ്യിക്കണം. ഇവിടെ പണി എന്തോന്നറിയാമോ? ഇവക്ക് മുടിയിൽ ഞാൻ പിന്നു കുത്തി കൊടുക്കണം, ഇവിടെ കാലിൽ നഖം വെട്ടി കൊടുക്കണം, സാരിയുടെ പ്ലേറ്റ് പിടിക്കണം, തിന്നുന്ന പ്ലേറ്റ് കഴുകി വെക്കണം. അതിനോട് എന്നെ പിടിച്ചു നിർത്തിക്കുന്നത് ഇവിടെ അല്ലയോ? എന്ത് ഈ പറയുന്നത്? ഒരു ഭാര്യയുടെ കടമയാണോ അതൊക്കെ? മിറ്റം നോക്കുന്നത് തുണി കഴിയുന്നത് പിന്നെ ആര് ചെയ്യും? കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട.
അറിയാവോ എത്ര നാളെന്ന് പറഞ്ഞ അങ്ങനെ കിടക്കുന്നത്? നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കൂടുതൽ സംസാരിക്കണ്ട, എനിക്കറിയാം. അങ്ങോട്ടൊന്ന് തിരിയാനോ ഇങ്ങോട്ടൊന്ന് തിരിയാനോ, കൈയൊന്ന് പൊക്കാനോ കാലൊന്ന് പൊക്കാനോ, എന്തിന് തല അങ്ങോട്ടൊന്നാക്കാനോ ഇങ്ങോട്ടൊന്നാക്കാനോ പറ്റാതെ കിടക്കും എന്റെ അമ്മൂമ്മ. അത്രേ ഉള്ളൂ. കൊല്ലത്തെ ഈ ഉത്സവത്തിന് ഫ്ലോട്ടൊക്കെ ഉണ്ടാക്കുന്ന JD ഗോപനുണ്ട്. പുള്ളിയെ വിളിച്ചിട്ട് ഒരു 4 മോട്ടർ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞാലോ? കളിയാക്കുമല്ലയോ? ആരോഗ്യം പോലും ഇല്ലാതെ കിടക്കുന്ന എന്റെ അമ്മൂമ്മ നിങ്ങൾ കളിയാക്കുമല്ലയോ? ആര് പറഞ്ഞ ആരോഗ്യമില്ലെന്ന്? ഈ അമ്മൂമ്മ കാണാൻ ബന്ധുക്കാരൊക്കെ വരും, എന്നിട്ട് 10-100 ഒക്കെ സന്തോഷത്തിന് കൈ വെച്ച് കൊടുക്കും. ഇങ്ങനെ ഒരു പിടി പിടിക്കും. ബാങ്കിന്റെ ലോക്കർ തൂവലിട്ടാ തുറക്കാൻ പറ്റും, പക്ഷെ ഇത് ആളെ പിടിച്ചാ വരത്തില്ല, ബലമില്ല പോലും. ഈ കയ്യിലിങ്ങനെ പൈസ അടുക്കി വെച്ചേക്കുന്ന കാണാം. കണ്ടക്ടറായിരുന്നു നിന്റെ അമ്മ അറിയോ? ഇതിന്റെ ഇടയ്ക്ക് ഇസ്കാൻ നോക്കിയല്ലയോ? പിന്നെ വീട്ടിലും ഒക്കെ 2 മാസം കൊണ്ട് ശമ്പളം ഇരിക്കത്തേ ഉള്ളൂ, നിങ്ങളുടെ പുതിയ മനസ്സിരിക്കത്തേ ഉള്ളൂ. അതൊക്കെ എന്റെ അമ്മൂമ്മ എനിക്ക് ആവശ്യമുള്ളപ്പോ തരും, ഞാനത് ആവശ്യം പോലെ വിനിയോഗിക്കും. ഒരിക്കൽ പറഞ്ഞ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്നവരെ പിരിവിനിരുത്തിയേക്കോ നീ അവിടെ ഇല്ലയോ? എനിക്ക് ഗൾഫിൽ പോകണമെന്നാ പറഞ്ഞത്. എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെട്ട് പോയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, 105 വയസ്സുണ്ട്. അവരെങ്ങനെയാലും അങ്ങ് പൊക്കോട്ടെ. ഇനി എന്തിനാണ് നിറയിപ്പിക്കുന്നേ? പറയുന്ന മനസ്സിലാക്കണി. അതെന്താന്നറിയാവോ? എന്ത്? ഒരേപോലെ അമ്മൂമ്മ ഇങ്ങനെ കിടക്കുമല്ലോ ചേട്ടാ. അത് മാത്രമല്ല, നിങ്ങളുള്ള ഇവിടെ ഉള്ള ധൈര്യത്തില ഞാൻ പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകുന്നത്. അപ്പൊ നിനക്കറിയാമേ ഇവിടെ മനുഷ്യർ വെളിയിലോട്ട് ഇറങ്ങിയാലേ ഇവിടെ ജീവിക്കാൻ പറ്റുന്നുള്ളൂ അറിയാമേ? അതറിയാം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, ഒരു പെണ്ണിനെ ഹോം നേഴ്സായിട്ട് കൊണ്ട് നിർത്തണം. നിങ്ങൾ പോയി കഴിയുമ്പോ അല്ല, ഞാനിവിടെ കാണും, നിനക്ക് വെളിയിൽ പോകാം. കാരണം ഹോം നേഴ്സ് ജോലിയൊക്കെ എടുക്കുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? അപ്പൊ അത് പറ, ഹോം നേഴ്സിനെ നിങ്ങൾക്ക് നിർത്തണം. ഒരു പെണ്ണിനെ അത് മെൻഷൻ ചെയ്ത് പറ, ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ഇവിടെ നിർത്തണം. ഇവിടെ പറഞ്ഞിട്ട് കേട്ടോ, നമ്മളൊക്കെ പെണ്ണുങ്ങളെ കാണാതെ കിടക്കുന്ന പോലെ. അടുത്ത പോയിട്ട് അപ്പൊ നിങ്ങൾ എത്ര പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്? നിങ്ങൾ എത്ര പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്? നിങ്ങൾ എത്ര പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്? അങ്ങനെ വേറൊരു പെണ്ണിനെ ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല. ഇവിടെ ആരും നിർത്തുന്നില്ല. നിങ്ങൾ പോകുന്നില്ല? നിങ്ങൾ ഗൾഫിൽ? ഞാൻ ഗൾഫിൽ പോകും. നിങ്ങൾ ഫ്ലൈറ്റിലല്ലേ പോകുന്നത്? അല്ല, ഭൂമി തന്നെ തുടക്കത്തിലല്ലേ പോകുന്നത്? നിന്നെ ഭൂമിക്കകത്ത് ചവിട്ടി. മനസ്സിലായി ചേട്ടാ. അത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനുഷ്യരിൽ അവസാനമായിട്ടുള്ള ആഗ്രഹമൊക്കെ കാണും. എന്താഗ്രഹം? ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു 10-35 വർഷത്തിന് മുമ്പ് ഞങ്ങളെ ഈ നാട് ഈ വീട് ഒക്കെ വിട്ടു പിരിഞ്ഞു പോയ എന്റെ ആങ്ങളയില്ലേ, മധുമോഹനൻ തമ്പി. സത്യം പറഞ്ഞ എന്റെ ആങ്ങളെ ഒരു നോക്ക് കാണണമെന്നാ എന്റെ അമ്മൂമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം, അവസാന ആഗ്രഹം. നല്ല ആഗ്രഹമാ. ഇവിടെ ഈ പറഞ്ഞ ഇവിടെ ആങ്ങളെ ഉണ്ടല്ലോ മധുമോഹനൻ തമ്പി, അവൻ നാട് വിട്ടുപോയത് എന്തിനാണെന്നറിയാമോ? നാടിനും വീടിനും നല്ല ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഈ വയ്യാതെ കിടക്കുന്ന ആ മുത്തശ്ശി ഉണ്ടല്ലോ, അവരുടെ കഴുത്തെ കിടന്ന 1.5 പവന്റെ മാല മോട്ടിച്ചോണ്ട് പോയവനാണ് ഇവിടെ ആങ്ങള. ആ കള്ളനെയാണ് അവർക്ക് അവസാനമായിട്ട് കാണുമെന്ന് പറഞ്ഞേക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ് ദൈവമേ. അവിടെ ഈ ചെറ്റ മുറ്റത്ത് കണ്ടത്തില്ല. എന്തൊരു വരാനാണ് ഇങ്ങോട്ട്? ഒന്നുമില്ലല്ലോ, കൊച്ചുപോനല്ലേ അവര്. അതോട്ട് പോട്ടെ ഞാൻ. അപ്പോ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയാം, ഞാൻ നോക്കട്ടെ. പറയുന്നുണ്ട് ഞാൻ. അമ്മൂമ്മ കടന്ന് ഞാനങ്ങ് നീ വെള്ളം വെള്ളം കൊടുക്കടി. അത് അമ്മൂമ്മ ഇറങ്ങിയതല്ല, ഞാൻ കഥ പറഞ്ഞതാ. പോയോ? അല്ല, എന്റെ കാല് തട്ടിയാട്ടാ. എന്തൊരു കട്ടവെന്ന് പറഞ്ഞു. എടി, ആ കഥ വടച്ച് കുറ്റിയുടെ സൗണ്ട് കേൾക്കുന്നടി. അത് കഥ വടച്ചതല്ല, അമ്മൂമ്മ ഇറങ്ങിയതാ. പുതിയതൊന്ന് കണക്ട് ചെയ്ത് തരാവോ? അതെങ്ങനെയാടി? പോയ ജീവന് പകരം പുതിയ ജീവൻ ഞാൻ കൊണ്ട് കണക്ട് പുതിയ ഒന്ന് കണക്ട് ചെയ്ത് തരാവോ? എന്തോ ഒരു കഷ്ടമെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞ ഈ കുടുംബത്ത് വരണ്ടായിരുന്നു, മുറപ്പെണ്ണായി പോയി. ചേട്ടൻ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് മുറപ്പെണ്ണല്ല, ഇവിടെ അലമുറപ്പെണ്ണാണ്. ചേട്ടാ, എല്ലാം അറിയുന്നതും കേൾക്കുന്നുണ്ട്. അതിനാണ് ഈ ഫോണെന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചേക്കുന്നത്. മൊബൈലിന്റെ കാര്യമല്ല പറഞ്ഞത്. എന്നെ ഇപ്പൊ ആറുമളെ താമസിക്കുന്ന നമ്മുടെ അപ്പച്ചി വിളിച്ചു. അപ്പച്ചി എന്തിനാ വിളിച്ചെന്നറിയാമോ? എനിക്കറിയാം. ഇന്നലെ അവിടെ കറണ്ട് ഇല്ലാഞ്ഞു, കേബിൾ ഇല്ലായിരുന്നല്ലോ. അപ്പൊ സീരിയലിലെ കഥ പറയാൻ വിളിച്ചായിരിക്കും. സീരിയലിനെ വെല്ലെന്നൊരു കാര്യം പറയാൻ അപ്പച്ചി എന്നെ വിളിച്ചത്. എന്തുവാ? എന്റെ ആങ്ങളയില്ലയോ മധുമോഹനൻ തമ്പി, അപ്പച്ചിയുമായിട്ട് എന്നും വിളിക്കുമായിരുന്നെന്ന്. ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, അമ്മൂമ്മ കിടപ്പിലായെന്ന് അറിഞ്ഞു, അമ്മൂമ്മയുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം അറിഞ്ഞിട്ട് ആളിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആ മാലക്കള്ളനോ? മാലക്കള്ളൻ പറയരുത്. മാല പോട്ടിച്ചോണ്ട് പോയ മാലക്കള്ളനെ മഹാരാജാന്ന് വിളിക്കാൻ പറ്റുമോ? എനിക്ക് അവര് മുറ്റത്ത് കയറ്റി പോയക്കരുത് കേട്ടോ. അവർക്ക് തമ്മി കാണണമെന്ന് ആഗ്രഹം കാണത്തില്ലേ? ചിലപ്പോ ക്ഷമിച്ചെന്ന് പറയാനായിരിക്കും. അത് വീട് പഴയ കാര്യമല്ലേ അത്. ഇപ്പൊ ഇവരുടെ മാല കാണാതെ പോയപ്പോഴേ ഈ നാട്ടിലുള്ള ഇവരുടെ ബന്ധുക്കാർ മൊത്തം ഇവരുടെ ഒലക്കൽ അടി വാങ്ങിച്ചതാ. ഇവ കാരണമല്ലോ നിന്റെ ആങ്ങളോ ആ മധുമോഹൻ തവി കാരണമല്ലോ. അവനിവിടെ ചെത്തിയ മുറ്റത്ത് ഞാൻ കേട്ടത്തില്ല കേട്ടോ. വന്ന് കണ്ടിട്ട് പോട്ടെന്നു. ശരി, എന്തായാലും വല്യമ്മയുടെ ആഗ്രഹമല്ലേ, വരുവാ കാണുക പോവുക.
ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം, അവനോട് വന്നാൽ അവനോട് മിണ്ടാനും ഒരു സഹകരണത്തിനും പോയേക്കരുത്. മിണ്ടാതിരിക്കുന്നത് എങ്ങനെ? മിണ്ടിക്കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഗൾഫിന് പോകും. ഞാൻ മിണ്ടിപ്പോയക്കരുത് വന്നാൽ കേട്ടോ. ഉള്ള കാര്യം പറയാം. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കണ്ട വന്ന് നിൽക്കുന്നടി. അത് കമ്പള താന്നു താന്നു. ചില വീട്ടിലൊക്കെ സ്വന്തമായിട്ട് പട്ടിയുണ്ട്, ആടുണ്ട്, പശുവുണ്ട്, തത്തമ്മക്കിളിയുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. കാറൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സ്വന്തമായിട്ട്. ഈ വീട്ടിൽ സ്വന്തമായിട്ടൊരു കള്ളനുണ്ട്. അന്ന് അമ്മൂമ്മയുടെ 1.5 പവന്റെ മാലയില്ലേ കൊണ്ടുപോയത്, അതിന് പകരം വീട്ടാൻ ഓട്ടം കൊണ്ടുവന്നേക്കുന്നു. എന്തുവായാലും കുറഞ്ഞൊരു 5 പവൻ. വലിപ്പം കണ്ടിട്ട് 10 പവനുണ്ടെന്ന് ചോദിക്കത്തില്ല. പെട്ടെന്ന് കേറി വന്നപ്പോഴേ ഭയങ്കര വിലയാ. എന്റെ ആങ്ങളല്ലേ, അതിൽ കൊള്ളൊന്നും പ്രതീക്ഷിക്കണ്ട. ഇറക്കി വിടടിയാ, പോകാൻ പറയടി അവനോട്. എന്റെ തനി സ്വഭാവം അറിയത്തില്ല കേട്ടോ. പിന്നെ ഞാൻ എന്റെ പഴയ അമ്മൂമ്മ കേക്ക്. എന്തോ അമ്മൂമ്മ കേക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വിലയാ. ഇത്തിരി വെള്ളം കുടിക്കുമ്പോ അന്നേരം എല്ലാവർക്കും വേണം. എങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവിടെ വന്ന്? എങ്ങനെ തോന്നിയടാ ഈ മുറ്റത്ത് കാല് കുത്താൻ നിനക്ക്? ഞാൻ സ്വന്തമായിട്ട് പേടകം ഉണ്ടാക്കി ചന്ദ്രത്തിൽ പോയി കാല് കുത്താടാ. അയ്യോ, എന്ന് പറഞ്ഞാൽ ലീല സ്ട്രോങ്ങിന്റെ കൊച്ചുമണല്ലേ വന്നിരിക്കുന്നേ? 35 വർഷത്തിന് മുമ്പ് ഒരു അബദ്ധം പറ്റി അമ്മ വിടവാണ്. ഞാൻ വേണ്ടിട്ട് പോയി. ഇത്ര നാളോട് തിരിച്ചു വന്നിട്ട് ഒരു അളിയനും പെങ്ങളുണ്ടെന്ന് മൈൻഡ് ചെയ്തിട്ടുണ്ട്. എന്നെ മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗുജറാത്തിൽ നിന്നൊക്കെ ഞാൻ വണ്ടി കയറി വന്നിട്ട് എന്നെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അയ്യേ അയ്യേ ചമ്മല് മാറ്റാ കറി വാടക. ചിരിക്കണ്ട പാവം. നിന്നോട് എന്തോ ദ്രോഹം ചെയ്ത? എന്നാലും എന്റെ പൊന്നാങ്ങളെ വന്നല്ലോ. ഇത്രയും നാളായിട്ട് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ? ശരിയാ, അപ്പൂപ്പൻ മരിച്ചിട്ട് പോലും എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ. ഞാൻ തെക്കപ്പുറത്തേക്ക് തെങ്ങാരുടെ ആ തെങ്ങ് നിൽക്കുന്ന ആരുടെ? അപ്പൂപ്പൻ മരിച്ചതിന് വെച്ച തെങ്ങല്ലെന്നത് ബ്ലോക്ക് ചെയ്ത് കിട്ടിയ തെങ്ങല്ലേ? കോന്നി ബ്ലോക്ക് ചെയ്യുന്നു. കോന്നി ബ്ലോക്കിന്നല്ല, ചേട്ടനും ദിനേശനും കൂടെ എപ്പോഴും വഴക്കുണ്ടാക്കും. അങ്ങനെ അവിടെ നടാൻ വെച്ചിരുന്ന ഒരു തെങ്ങെടുത്ത് ദിനേശൻ ചേട്ടനെ അടിക്കാൻ നോക്കിയപ്പോ ഇങ്ങനെ ഒരു ബ്ലോക്ക് അവിടെ കൊടുക്കാതെ അതേപോലെ കൊണ്ടുവന്ന് നട്ടു വെച്ചു. അത് കളിച്ചു. നിനക്ക് എങ്ങനെ തോന്നിയടാ? ആ മുത്തശ്ശിയുടെ ആ കഴുത്ത കിടന്ന മാല അടിച്ചോണ്ട് പോകാൻ നിനക്ക് എത്ര ചോറ് വാരി തന്നിട്ടുണ്ടോ ആ കൈ വെച്ച്? രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത. രക്ഷപ്പെടാനും അപ്പൂപ്പനും അച്ഛനും കൂടെ എന്നെ ഒത്തിരി ജോലി ചെയ്യിപ്പിക്കായിരുന്നു പണ്ട് 18 വയസ്സുള്ളപ്പം. ഇവിടെ അന്ന് തറവാട്ടിലാന്ന് ഈ തേങ്ങ ഇടും. അത് ഞാൻ എണ്ണി നോക്കണം. പാടത്ത് അവർ കൊയ്യുന്നേ പോയി നോക്കണം. കപ്പയെല്ലാം കൃഷിയിട്ട് വിളവെടുത്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ അതുകൊണ്ടോ നോക്കണം. ഇതെല്ലാം ചെയ്ത് എനിക്ക് വയ്യാത്ത കൊണ്ട്
ഞാൻ ഇവിടുന്ന് മാല മുട്ടിട്ടുണ്ട് രക്ഷപ്പെടാൻ ബോംബെ പോയിട്ട് പട്ടിണി കിടക്കുമായിരുന്നു. എടാ ആ കപ്പയും കാച്ചിലും ഒക്കെ തിന്നോണ്ട് ഇവിടെ കിടന്നാ പോരായിരുന്നു. മാല മോട്ടിച്ച് ബോംബെ പോയി പട്ടിണി കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? ഞാൻ ബോംബെ പോയിട്ട് ഞാൻ പട്ടിണി കിടക്കേണ്ട ഗതികേട് വന്നുകൊണ്ടത്. അതെന്താ പറ്റി? മാല വിട്ടപ്പോ പൈസ ഒന്നും കിട്ടിയില്ല നിനക്ക്? ഞാൻ ബോംബെ ചെന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ ഈ മാല വിൽക്കാൻ ചെന്നപ്പോ പോലീസുകാർ എന്നെ പിടിച്ചളിയാം. ഞാൻ പറഞ്ഞു എന്റെ വല്യമ്മയുടെ മാലയാ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. ഇവർക്ക് എനിക്കൊട്ട് ഹിന്ദി അറിയത്തില്ല, അവർക്കൊട്ട് മലയാളം അറിയത്തില്ല. അങ്ങനെയാണ് എന്നെ പിടിച്ച് അവിടെ ഇട്ടത്. ബോംബെയിലായിരുന്നോ നീ ഇത്? അല്ല, ബോംബെ ഞാൻ നേരെ ഗുജറാത്തിന് പോയി. ഗുജറാത്ത് എന്ന് പറയുമ്പോ ഇന്ത്യയുടെ ഭൂപടത്തിനകത്ത് കട്ടിംഗ് പ്ലെയറിന്റെ ഷേപ്പിലുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, ഗുജറാത്ത്. അതാ ഗുജറാത്ത് എന്ന് എനിക്കറിയാം. ഗുജറാത്തിൽ എവിടെയായിരുന്നാണ് ചോദിച്ചത്. ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ട്? ആ കച്ച് കേട്ടിട്ടുണ്ട്. അതിനടുത്തൊരു പുച്ച് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ പുച്ചും കേട്ടിട്ടുണ്ട്. ആ പുച്ചുള്ള ഒരു കൊച്ചിനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞാൻ കൊച്ചിയിലോട്ട് കൊണ്ടുവരുന്ന നേരത്ത് അവർ അച്ഛൻ പറഞ്ഞു, കൊച്ചാ നീ കൊച്ചി കൊണ്ടുപോണ്ട, ഇവിടെ താമസിക്കട കൊച്ചനെ. അങ്ങനെ ഗുജറാത്തിൽ അങ്ങനെ സെറ്റിൽ ആയത്. ശരി. ഇങ്ങോട്ട് മാറി. ഞങ്ങൾ എത്ര നാളായി കണ്ടിട്ട്. മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ 2 പിള്ളേരുണ്ട്. ആ മൂത്തവനെ ആദ്യം പ്രസവിച്ചത്, രണ്ടാമത്തെ രണ്ടാമത് പ്രസവിച്ചത്. 2 പിള്ളേർ. ഇവിടെ അങ്ങനല്ല. ഇവിടെ മൂന്നാമത്തെ പ്രസവിച്ചിട്ടാണ് ആദ്യത്തേത് വേണമെന്ന് തീരുമാനിക്കുന്നത്. അയ്യോ, ഈ 30 വർഷം കൊണ്ട് അതൊക്കെ മാറ്റി. ഇവിടെ ഫോൺ വെച്ച് തലകടിയാന്നുണ്ടല്ലോ. അല്ലെങ്കിൽ എല്ലായിടത്തും അങ്ങനെ ആദ്യത്തെ കൊച്ചിനല്ലേ ആദ്യം പ്രസവിക്കുന്നേ? അല്ലല്ലേ, എന്റെ ഇളയർക്കന്റെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ അവനെ ആദ്യം പ്രസവിച്ചു. എന്നെക്കാളും മുമ്പേ അവനെ പ്രസവിച്ചെന്ന് തോന്നുന്നു. അത്ര പ്രവർത്തനം അവന്റെ. അങ്ങനെ പഠിക്കുന്ന മൂത്ത മോനാണെങ്കിൽ ബാംഗ്ലൂരിലാ. അവനവിടെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ അംബികയ്ക്ക് പഠിക്കുക. ഏത് അമ്പിയുടെ കൂടെ? അംബിക അല്ല, MBA പഠിക്കുക. MBA പഠിക്കുക. ഇളയവനോ? ഇളയവൻ +1. നല്ല പേര്, നല്ല പേര്. ഇളയവൻ +1 നേട്ടാ. +1 അല്ല പറഞ്ഞത്, അവൻ +1 പഠിക്കുക. +1 സെറ്റപ്പ് ഒക്കെ ആയോടെ? സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുജറാത്തിൽ നിന്നൊക്കെ പറയാൻ വൻ സെറ്റപ്പ് അല്ലേ? പിന്നെ ഏക്കർ കണക്കിന് ഭൂപ്പാടങ്ങനെ കിടക്കുമല്ലേ, കപ്പലണ്ടി കൃഷി അങ്ങനൊക്കെ സാധനങ്ങൾ. അത് ശരി. എനിക്ക് കാണാൻ അങ്ങ് കൊതിയാവുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത വേനലവധിക്ക് സ്കൂൾ അടയ്ക്കത്തില്ലേ, നമുക്ക് അങ്ങോട്ട് പോവാം. മാർച്ച് ഏപ്രിൽ മാസം അവിടെ വരാം. അല്ലല്ല, അന്നേരം ഞങ്ങൾ അവിടെ ഇല്ല. ഞങ്ങൾ നേപ്പാളിൽ ടൂർ പോകും. അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് അങ്ങ് വരാം. ഇല്ല, നിങ്ങൾ വരുന്ന പിറ്റേ ദിവസം നിങ്ങൾ വരുന്നതിന്റെ തലേദിവസം ഞങ്ങൾ നേരെ കാശ്മീരിൽ പോകും, ടൂർ പോകും. അപ്പൊ കാശ്മീരിൽ പോയിട്ട് അളിയനൊക്കെ വരത്തില്ലേ? അന്നേരം ഞങ്ങൾ അങ്ങ് വരാം. ഇല്ല, അന്നേരം അത് കഴിഞ്ഞ് ഞങ്ങൾ ടിബറ്റിൽ പോകും, ഇറങ്ങാൻ പോകും. ടിബറ്റിലോ? അപ്പൊ അത് പോയി കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞാൽ മതി, അന്നേരം ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇല്ല, അന്നേരം പിന്നെ ഞങ്ങൾ സിംഗപ്പൂരിൽ ഇറങ്ങാൻ പോകും. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. അന്നാ ഞങ്ങൾ പോകുന്നില്ല. ഒന്നും ഇല്ലല്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? ഏതാണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഗുജറാത്തിൽ അതൊക്കെ ഉണ്ട്, ഞങ്ങൾക്കൊന്നും ഇല്ല. ഇവിടെ ഒന്നും ഇല്ലെന്ന്. ഒന്നും ഉണ്ടാക്കിയില്ലല്ലേ? നീ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ എന്താ ഉണ്ടാക്കണം? ഇല്ല, നീ ഞങ്ങളെ കുടുംബത്തിൽ താമസിക്കുന്നത് പെണ്ണ് കെട്ടി. നീ കൂടുതൽ എന്നെ ഉണ്ടാക്കണം. നീ കൂടുതൽ എന്നെ ഉണ്ടാക്കണം. നീ എന്താ എന്നെ ഉണ്ടാക്കാറക്കണ്ട? നീ ഉണ്ടാക്കിയെന്നില്ല. നീ ഉണ്ടാക്കിയോ? ഇവിടെ നീ ഉണ്ടാക്കൂ. നീ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവിടെ നീ ഉണ്ടാക്കൂ. മറിക്കേ, ഞാൻ ഒരു കാപ്പി ഉണ്ടാക്കട്ടെ. നീ കാപ്പി ഉണ്ടാക്കി. അങ്ങനെ പറയരുത് ആങ്ങളെ. അമ്മൂമ്മ എപ്പോഴും അവസാനമായിട്ട് പറയുന്നത് എന്തോന്നറിയാവോ? മധുമോന് കരയല്ലേ, സ്നേഹം കൊണ്ടാ. എവിടെയും വരാൻ തോന്നിയല്ലോ. ഇവിടെ ഓർത്തത് അമ്മൂമ്മയ്ക്ക് പാമ്പർ വാങ്ങാൻ പോണം. ഇത്രയും കാലമായിട്ട് അവരെ ശീലം മാറിയിട്ടില്ല. അവർക്ക് ഇപ്പോഴും സാമ്പാർ വേണം. ഞങ്ങളെ സാമ്പാർ നല്ല പറഞ്ഞത്. പാമ്പർ ഹെൽത്തിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു പാമ്പർ വാങ്ങാൻ പോകണം. പാമ്പർ എന്തിനാ? പാമ്പർ എന്ന് പറഞ്ഞാൽ ഈ വല്യമ്മ വയ്യാതരക്കല്ലേ, ഈ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി. എനിക്ക് കുറെ കാര്യങ്ങൾ സാധിക്കാറുണ്ട്. അത് കഥക അല്ല അമ്മൂമ്മ. അത് കഥക. അത് അമ്മൂമ്മ എന്നത് കഥകിന്റെ സൗണ്ട് അടിയത്. അമ്മൂമ്മയെന്ന് പറഞ്ഞപ്പോ കഥകിന്റെ സൗണ്ട് അത് എനിക്കറിയത്തില്ല. ഈ കഥവിനും അമ്മമ്മയുടെ ശബ്ദത്തിന് എന്തോ ഒരു രണ്ടിനും ഒരാളാണ് ഡബ് ചെയ്യുന്നത്. അതാണോ? എന്തോ കണ്ടിട്ടേ പോവളേ. സത്യം പറഞ്ഞു, ഞാൻ അമ്മൂമ്മയായിട്ട് നമ്മൾ നക്ക് കളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് കളിക്കാന്ന് പറഞ്ഞു. അമ്മൂമ്മ പറഞ്ഞു അമ്മൂമ്മ ഫസ്റ്റ് കളിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 25 പൈസ ടോസ് ഇടാന്ന് പറയുമ്പോൾ അമ്മൂമ്മ 25 പൈസ ടോസ് ഇട്ടിട്ട് കുനിമേ മാല പൊട്ടിച്ചാണ് ഞാൻ ഓടുവായിരുന്നു. എനിക്ക് മുഖത്ത് നോക്കാൻ ഭയങ്കര മടിയാണ്. ആ കുഴപ്പമില്ലടാ, അമ്മൂമ്മയുടെ ആഗ്രഹമായിരുന്നു. 105 വയസ്സുണ്ട്. പണ്ടത്തെ കാലത്തുള്ള ഒരു ആരോഗ്യമാ. നമ്മളൊക്കെ കഷ്ടിച്ച് 50 60 പോയാലായി. നിന്റെ കാര്യം നീ എല്ലാം ചേർക്കണ്ട. നിന്റെ കാര്യം നീ നേരത്തെ ചാവും. ഞാൻ ഒറ്റയ്ക്കാടാ ഇവിടെ. ഞാൻ എത്ര ദിവസം വന്നിട്ട് 2 മാസം ഇവിടെ ആരും ഇല്ല നോക്കാനെ കൊണ്ട്. ബന്ധുക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ഇല്ല നോക്കാനെ കൊണ്ട്. അമ്മൂമ്മ എപ്പോഴാണ് പറഞ്ഞ എന്നെ കാണണമെന്ന് പറഞ്ഞു? അമ്മൂമ്മ എപ്പോഴും പറയുന്ന കാര്യം അത്. ഇപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമോ? സംസാരിക്കത്തില്ലടാ, ഒരേ കിടപ്പ, മിണ്ടത്തില്ല. പണക്ക വന്നതിനോട് ഇവിടെ ചെറിയൊരു ശ്വാസം മാത്രമേ ഉള്ളൂ. നിന്നെ കാണണമെന്ന് മാത്രമേ ഈ നാക്കെടുത്ത് പറഞ്ഞു കൊടുത്തു. എങ്ങനെ ഈ മുഖത്ത് പോയി നോക്കുന്നുള്ളത് കുഴപ്പമില്ല. എന്തായാലും ഈ മാലയൊക്കെ പിന്നെ വേറെ കാര്യമേ, ഇത് ഇപ്പൊ ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് പെട്ടെന്ന് എന്തൊരു സംഭവിച്ചാൽ തിരിച്ചു വരണം. അപ്പൊ ബലി ഇടാനൊക്കെ ഞാൻ വേണം എന്നാണ് അവള് പറഞ്ഞത്. ഇനിയിപ്പൊ നീ വന്നല്ലോ, നീ ഇടണം ബലി. എനിക്ക് ബലി ഇടാൻ പറ്റത്തില്ല. അമ്മമ്മയുടെ കണ്ട് എനിക്ക് എങ്ങനെ അമ്മമ്മയുടെ മുഖത്ത് ഞാൻ നോക്കുന്നുള്ളൂ. അന്ന് അടിച്ചോണ്ട് പോയതായിരുന്നു. നീ അവിടെ നിൽക്കേ, ഞാനേ കൊണ്ടുവരാം. നീ വല്യമ്മ കിഞ്ഞിട്ട് കൊണ്ടുവരാം. മുഖത്ത് നോക്കാൻ മടിയാടാ. നീ കുഴപ്പമില്ല, ഒന്നും പേടിക്കണ്ട. ഓ, ഞാൻ എങ്ങനെ മുഖത്ത് നോക്കും? ഞാൻ മൂട്ടിച്ചോണ്ട് പോയ അവരുടെ മാല. ഹലോ കവറേ, അമ്മമ്മക്ക് എനിക്കറിയത്തില്ല എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട്.
എങ്ങനെയാണ് അമ്മൂമ്മയുടെ മോത്ത് നോക്കണേ? ഓക്കെ ചില ദാദിമൊക്കെ പോലോ ഞാൻ ശരിയല്ലത്. ഉണ്ട് ഇവിടെ ഉണ്ട്. വിഷമിക്കല്ലേ അങ്ങോട്ട് ഒരു സൈഡ് വല്ലതും ഉണ്ട് ഇതിന്? ഇല്ല. അത് വാന്നാ മോനെ. തിരിച്ചറിഞ്ഞു കണ്ടോ? ആരെയും ഇതൊരു പേരെടുത്ത് വിളിച്ചിട്ടില്ല. എന്തോ അയ്യോ അമ്മൂമ്മ പോയെ. അയ്യോ എടാ കണ്ടോടാ, 30 കൊല്ലം ഇതിനു വേണ്ടിയാ ഇവര് കാത്തു കിടന്നത് ചാവാതെ നിന്റെ മുഖത്ത് തുപ്പാനെ കൊണ്ട്. മനസ്സിലായോടാ നിനക്ക്? പോയില്ലയോ അമ്മൂമ്മേ? പോയില്ലയോ? എടാ ഉള്ള സമയം കൊണ്ട് കാലേക്കടലിലെ കടുക്കനോട് അടിച്ചു മാറ്റുവാണോ? പിടിച്ചോ